നമസ്കാരം. ശ്രീഋഷി ഗ്ലോബലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ബേസിക് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് മുതൽ നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സെപ്പറേറ്റ് ആയിട്ട് 3 7th വരെ ഇതെല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം 8th വരുമ്പോൾ ഇതിനെ ഇങ്ങനെ 3ആയിട്ട് തിരിച്ച് അങ്ങനെയാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ അതില് കെമിസ്ട്രിയിലെ കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം മാറ്റർ മെയ്ഡ് ചെയ്തേക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. അപ്പൊ എന്താ ആറ്റംസ് എന്ന് പറഞ്ഞാല് ഒരു പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അത് മെയ്ഡ് ചെയ്തേക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ആറ്റങ്ങൾ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റം ടുഗദർ ആയിട്ട് വരുമ്പോൾ ആറ്റങ്ങൾ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മോളിക്യൂൾ. അപ്പൊ എന്താ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ്റം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിന്റെ ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ പാർട്ടിനെയാണ്, ഏറ്റവും ചെറിയ കണികയെയാണ്, ബേസിക് ആയിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. പക്ഷേ മോളിക്യൂൾ അഥവാ തന്മാത്ര എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പൊ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. എന്നാൽ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾ അഥവാ തന്മാത്ര എന്ന് പറയുന്നത്. അപ്പൊ ആറ്റമായി, അതുപോലെ എന്തുമായി? മോളിക്യൂളുമായി. ഇനി നമുക്ക് ആറ്റത്തിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യത്തിലോട്ട് പോവാം. ഓക്കെ, ആറ്റം മെയ്ഡ് ചെയ്തേക്കുന്നത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഇനി പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവരുണ്ടാക്കിയേക്കുന്നത് ക്വാർക്സ് വെച്ചിട്ടാണ്. അപ്പൊ പണ്ട് നമ്മുടെ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ആവുന്നതിന് മുൻപ്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ആറ്റം ഉണ്ടാക്കിയേക്കുന്നത് ആറ്റം ഇൻഡിസ്ട്രക്റ്റബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. അതായത് ആറ്റത്തിന് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റുലേറ്റ് ആറ്റം തിയറിയിൽ ഏറ്റവും തെറ്റായിട്ട് വരുന്ന ഒരു ഭാഗമായിരുന്നു. ആക്ച്വലി നമുക്ക് ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കിട്ടും. ഇനി ഇവരെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇവരെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ക്വാർക്സ്. അതായത് നമ്മുടെ ഈ സബറ്റോമിക് പാർട്ടിക്കിൾ എല്ലാം ഉണ്ടാക്കിയേക്കുന്നത് എന്തുകൊണ്ടാണ്? ക്വാർക്സ് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിലോട്ടൊന്നും നമുക്ക് പോകണ്ട, അതൊക്കെ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ളത് മതി. അപ്പോ ജോൺ ഡാൾട്ടന്റെ പോസ്റ്റുലേറ്റ്സിൽ ഏറ്റവും തെറ്റായിട്ട് വരുന്നത്, അദ്ദേഹം പറഞ്ഞു ആറ്റമാണ് ഏറ്റവും ചെറുത്, അതിന് ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ തുടങ്ങിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഇതിനകത്ത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഏണസ്റ്റ് റുദർഫോർഡ്, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അതുപോലെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ. അതുപോലെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. അപ്പൊ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കണ്ടുപിടിച്ചത്, അത് കറക്റ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാ എക്സാംസിനും ചോദിക്കാം കേട്ടോ. ഈവൻ PSC എക്സാംസിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതിനകത്ത് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളിനെയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അതിന് പോസിറ്റീവ് ചാർജും ഇല്ല, നെഗറ്റീവ് ചാർജും ഇല്ല. ഇങ്ങനെയുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തിന്റെ ചാർജിനെ കുറിച്ചാണ്. അപ്പൊ ആറ്റം എന്ന് പറയുന്നത് ആറ്റത്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആറ്റത്തിന്റെ ഏറ്റവും സെന്റർ പാർട്ടിലായിട്ട് നമുക്ക് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, അതിന് ചുറ്റും നമുക്ക് എന്തുണ്ടടാ? ഷെൽസ് ഉണ്ട്.
അല്ലെങ്കിൽ ഓർബിറ്റ്സ് ഉണ്ട്. ഈ ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? എനർജി ലെവൽസ് എന്ന് പറയാം. അതായത് ഓരോ ഓർബിറ്റിനും ഒരു പർട്ടിക്കുലർ എന്തുണ്ടായിരിക്കും? എനർജി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ന്യൂക്ലിയസിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? പ്രോട്ടോണും വരും, ന്യൂട്രോണും വരും. അപ്പൊ ഒന്നുകൂടി പറയാം, ന്യൂക്ലിയസിനകത്ത് വരുന്ന പാർട്ടിക്കിൾ ആണ് പ്രോട്ടോണും ന്യൂട്രോണും. ഇതിൽ പ്രോട്ടോണിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും ആണ് ന്യൂക്ലിയസിനകത്ത് വരുന്ന ആൾക്കാർ. ഇതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണ് ചാർജ് ഇല്ലാത്ത ആളുമാണ്. അപ്പൊ എന്തായിരിക്കും ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയസിൽ വരുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ആണ്. അതിൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ന്യൂക്ലിയസിന് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് ഹാസ് പോസിറ്റീവ് ചാർജ്. അതൊരു പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും എനർജി ലെവൽസ് അഥവാ ഓർബിറ്റ്സ് അഥവാ ഷെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് ആര് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എനർജി ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ എനർജി ലെവൽസിൽ ആര് കറങ്ങിക്കൊണ്ടിരിക്കും? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ആർക്ക് ചുറ്റും? ന്യൂക്ലിയസിന് ചുറ്റും. അപ്പൊ ഇനി ശ്രദ്ധിക്കാൻ പാടുള്ള അല്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ആറ്റം എടുത്താൽ, ഞാൻ പറയുന്നത് ആറ്റങ്ങളുടെ കാര്യം മാത്രമാണ്, ഒരു ആറ്റം എടുത്താൽ അതിനകത്ത് എത്ര പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് ഉള്ള ആരും ഉണ്ടായിരിക്കും? ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. ഒന്നുകൂടി പറയാം, ഒരു ആറ്റത്തില് എത്ര പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. അപ്പം നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെയാണ് ആറ്റം എന്തായി പോകുന്നത്? ആറ്റത്തിന് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് എടുക്കുമ്പോൾ ആറ്റം ന്യൂട്രൽ ആണ്. ഓക്കെ, ആറ്റം ന്യൂട്രൽ ആണ്, പക്ഷെ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ഉള്ള ആളുമാണ്. ആറ്റം ന്യൂട്രലായി പോകാൻ കാര്യം, ആറ്റത്തിനകത്ത് എത്ര പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസും ഉണ്ട്. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ആറ്റം എന്താണെന്ന് പറഞ്ഞു, മോളിക്യൂൾ എന്താന്ന് പറഞ്ഞു, ആറ്റത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്താണെന്ന് പറഞ്ഞു, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അവർ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്താ പറഞ്ഞത്? നമ്മുടെ ന്യൂക്ലിയസിന്റെ കേസ് പറഞ്ഞു, ന്യൂക്ലിയസിന്റെ ചാർജ് ആറ്റത്തിന് ഹോളായിട്ട് എടുക്കുമ്പോൾ ആറ്റത്തിന്റെ ചാർജും പറഞ്ഞു. അപ്പൊ ഇത്രയാണ് ആറ്റത്തിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ കിട്ടും. അതുപോലെ കുഞ്ഞു കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ബേസ് ആണ് ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കുഞ്ഞു കുട്ടികൾക്കുള്ളതാണെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് കാണുക, ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചധികം കണ്ടന്റുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നല്ല നമസ്കാരം. താങ്ക്